ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സിമെന്റ്. വീട് പണിക്ക് സിമെന്റ് ഏത് ഉപയോഗിക്കണം? എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, കാരണം ഫൗണ്ടേഷൻ മുതൽ RCC നമ്മൾ വാർക്കുന്നത് വരെ, അതല്ലെങ്കിൽ തേപ്പ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ടൈലിടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സിമെന്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മൾ അത് ഉപയോഗിക്കുന്നതിലൂടെ, കാരണം ഒരു ബൈൻഡിങ് ആണ്, മറ്റുള്ള മെറ്റീരിയലുകളായി കൂടി ചേർന്ന ഒരു ബൈൻഡിങ് ആണ് സിമെന്റ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് സിമെന്റ് മോശമായി പോയാൽ, സിമെന്റ് നമ്മൾ മിക്സ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അത് നമ്മുടെ വർക്കിനെ ബാധിക്കും, സ്ട്രക്ചറിനെ ബാധിക്കും. അതുകൊണ്ട് സിമെന്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെല്ലാം ഗ്രേഡുകൾ തിരഞ്ഞെടുക്കണം, ഏതെല്ലാം ബ്രാൻഡുകൾ നോക്കി പോകണം, അതിന്റെ ആവശ്യമുണ്ടോ, അത് എങ്ങനെ ചെക്ക് ചെയ്യാം, അത് നമ്മൾ സിമെന്റ് ഉപയോഗിക്കേണ്ട കാലാവധി എത്രയാണ്, അതിനുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീട് നിർമ്മാണത്തെക്കുറിച്ചും വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചാനലിലൂടെ പറയുന്നത്. സിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ അത് ഗുണനിലവാരമുള്ളതാണോ എന്നറിയാന്ന് വെച്ചാൽ, ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ISI സർട്ടിഫിക്കേഷൻ. സിമെന്റ് ബാഗിന്റെ മുകളിൽ നമുക്ക് കൃത്യമായി ISI സർട്ടിഫിക്കേഷനും അതിന്റെ കോഡും ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ISI സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 മാസത്തെ കാലാവധി. 3 മാസത്തെ കാലാവധി എന്ന് പറയുമ്പോൾ സിമെന്റ് പാക്ക് ചെയ്ത് അത് ബാഗിൽ ഫാക്ടറിയിൽ അതിന്റെ പ്രൊഡക്റ്റായി, സിമെന്റ് പ്രൊഡക്റ്റായി പാക്ക് ചെയ്തതിനു ശേഷം 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കണം. ഏത് സിമെന്റോ ആയിക്കോട്ടെ, 3 മാസത്തിന്റെ ഉള്ളിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്ങിനെ കൃത്യമായി ബാധിക്കും. നമ്മൾ ഏത് ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് അതിന്റെ കൃത്യമായ റിസൾട്ട് ഉണ്ടാവില്ല, അത് പെർസെന്റേജ് ആയി കുറഞ്ഞുകൊണ്ടിരിക്കും. 3 മാസം കഴിഞ്ഞാണ് നമ്മൾ സിമെന്റ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറയും. 6 മാസം കഴിഞ്ഞാണ് നമ്മൾ ആ സിമെന്റ് പാക്ക് ചെയ്ത സിമെന്റ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് 50%. നമ്മൾ 100% റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അത് 50% ചുരുക്കും 6 മാസം കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് സിമെന്റ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും സിമെന്റിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബ്രാൻഡിന്റെ പിറകെ പോകേണ്ട ആവശ്യമുണ്ടോ? സിമെന്റ് ഏത് ബ്രാൻഡോ ആയിക്കോട്ടെ, അതിന്റെ ബ്രാൻഡിന് ചെലവഴിക്കുന്ന പൈസയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഒരുപാട് പൈസ അധികമുള്ള സിമെന്റ് എടുത്തു എന്നതുകൊണ്ട് നമ്മുടെ വീടിന് കൃത്യമായ ഉറപ്പോ ഒരു അധികം ഉറപ്പോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾക്ക് ആവശ്യമുള്ള സിമെന്റ്, നമ്മുടെ ഓരോ വർക്കിനും ആവശ്യമുള്ള സിമെന്റ് നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവേണ്ട ഒരു ആവശ്യമുണ്ടോ? കൊമേഴ്ഷ്യൽ വർക്കുകൾക്കൊക്കെയാണ് പെട്ടെന്ന് സെറ്റ് ആവേണ്ട സിമെന്റുകൾ എടുക്കുക. കാരണം അത് പെട്ടെന്ന് പ്രൊജക്റ്റായി ഓരോരോ ആവശ്യങ്ങൾക്കുള്ളാവും, കൊമേഴ്ഷ്യൽ വർക്കുകൾക്കുള്ളാവും, അതിന്റെ പ്രൊഫഷനുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ആവേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയുള്ള സിമെന്റുകൾ ഉപയോഗിക്കുക, ആ ഗ്രേഡുള്ള സിമെന്റ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ സിമെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഗ്രേഡാണ്. പ്രധാനമായിട്ടും OPC സിമെന്റ്, PPC സിമെന്റ്, അങ്ങനെ 2 തരത്തിലാണ് സിമെന്റ് വരുന്നത്. ഇപ്പോൾ അങ്ങനെ OPC സിമെന്റ് മാർക്കറ്റിൽ ലഭ്യമല്ല. കാരണം അത് കൊമേഴ്ഷ്യൽ വർക്കുകൾക്ക്, ഗവൺമെന്റ് പ്രൊജക്ടുകൾക്ക്, വലിയ വലിയ കെട്ടിടങ്ങൾക്ക്, ഗവൺമെന്റ് പ്രൊജക്ടുകളായ പാലം പണി, ഡ്രൈനേജ് നിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് OPC സിമെന്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PPC സിമെന്റാണ് നമുക്ക് മാർക്കറ്റിൽ അധികം ലഭ്യമാവുന്നത്. സാധാരണയായി OPC സിമെന്റുകളാണ് നമുക്ക് സ്ട്രക്ചറൽ വർക്കുകൾക്ക്, കോൺക്രീറ്റ് വർക്കുകൾക്ക് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 നിലകൾക്ക് വരുന്ന നമ്മുടെ റെസിഡൻഷ്യൽ വീടുകളുടെ പണിക്ക് ധൈര്യമായി തന്നെ PPC സിമെന്റുകൾ ഉപയോഗിക്കാം. PPC സിമെന്റ് OPC ഗ്രേഡിലെ 33 ഗ്രേഡ് വരുന്ന സിമെന്റിനോട് അനുപാതികമായി നിൽക്കുന്ന ഗ്രേഡാണ് നമ്മുടെ PPC സിമെന്റ്. PPC സിമെന്റിന് വേറെ ഗ്രേഡുകളില്ല, നമുക്ക് ഒരു ഗ്രേഡിലാണ് അത് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതിൽ ISI ഗ്രേഡ് ഉണ്ടോ എന്ന് നോക്കുക. പാക്ക് ചെയ്ത് 3 മാസത്തിന്റെ ഉള്ളിലാണോ നമുക്ക് കിട്ടുന്നത് നോക്കുക. 3 മാസം കഴിഞ്ഞ് അത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ സിമെന്റ് ഒരുപാട് സ്റ്റോർ ചെയ്യാതെ PPC സിമെന്റ് ഏതെടുക്കുക എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. PPCയിൽ നമ്മൾ ഏതെടുക്കണം എന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായി പറയാം, നമുക്ക് ഒരു സിമെന്റ് കമ്പനികളോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ആൾക്കാർ, നിങ്ങൾ വീട് പണിയുന്നവർ കൃത്യമായി നല്ല സിമെന്റ്, നമുക്ക് പറ്റുന്ന വിലയിൽ നല്ല സിമെന്റ് ഉപയോഗിക്കുക. ഇന്ത്യയിൽ ഇന്ന് ക്വാളിറ്റിയോടെ വിറ്റുപോകുന്ന നമ്പർ 1 എന്ന് പറയുന്നത് അൾട്രാടെക് സിമെന്റ് ആണ്. രണ്ടാമത് അംബുജ സിമെന്റ് ആണ്. മൂന്നാമത് പറയുന്നത് ACC സിമെന്റ് ആണ്. നാലാമത് പറയുന്നത് ശ്രീ സിമെന്റ് ആണ്. അത് നമുക്ക് കേരളത്തിൽ ചില പ്രദേശത്താണ് അവൈലബിൾ ആവുന്നുള്ളൂ. അഞ്ചാമത് പറയുന്നത് ഡാൽമിയ സിമെന്റ് ആണ്. നമുക്ക് തുടർന്ന് ഒരുപാട് സിമെന്റുകൾ, ഇന്ത്യ സിമെന്റ്, രാംകോ സിമെന്റ്, ഇതൊന്നും ഒരു പ്രശ്നവും നമ്മൾ പറയുന്നില്ല. നമ്മൾ നമ്പർ 1 സെയിൽ ആവുന്ന, കുറച്ചുകൂടി പെർഫോമൻസ് കാണിക്കുന്ന സിമെന്റുകളാണ് ഈ മേൽപ്പറഞ്ഞ 5 എണ്ണം. ബാക്കി വരുന്ന മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സിമെന്റുകൾ മുഴുവൻ തന്നെ ISI ഗ്രേഡോട് കൂടി ക്വാളിറ്റി ടെസ്റ്റുകളെല്ലാം പാസ്സായി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സിമെന്റുകളാണ്. നമുക്ക് ധൈര്യമായി തന്നെ ഉപയോഗിക്കാവുന്ന സിമെന്റാണ്. ബ്രാൻഡ് നമ്മുടെ മുന്നിൽ വരുന്ന പരസ്യമൊന്നും നോക്കി നമ്മൾ സിമെന്റുകളെ സെലക്ട് ചെയ്യരുത്. എല്ലാ സിമെന്റുകളും ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായി വരുന്ന സിമെന്റുകൾ തന്നെയാണ് ഈ PPC സിമെന്റ്. പക്ഷേ കോൺക്രീറ്റ് വർക്കുകൾക്കൊക്കെ അൾട്രാടെക്, ACC എന്നീ സിമെന്റുകൾ മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് ചിലപ്പോൾ 10-15 രൂപയുടെ വ്യത്യാസം മാത്രമേ ഒരു ചാക്കിൽ, ഒരു ബാഗിൽ വരുള്ളൂ. മാക്സിമം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ നമുക്ക് കുറച്ച് സിമെന്റ് ബാഗിൽ ഈ ഒരു ചെറിയ പൈസ വ്യത്യാസത്തിൽ വരികയുള്ളൂ. പിന്നെ നമ്മൾ പ്ലാസ്റ്ററിങ്, നമ്മുടെ ചുമര് കെട്ട് പണിക്കുന്നു. ഇപ്പോൾ അൾട്രാടെക് അങ്ങനെ കൂടിയ സിമെന്റുകൾ എടുക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെറ്റ് ആവുന്നതിനുള്ള ഒരു സ്പീഡ് പെട്ടെന്ന് സെറ്റ് ആവും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺക്രീറ്റ് വർക്കുകൾക്ക് ഇങ്ങനെയുള്ള അൾട്രാടെക്, ACC
ഓക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കെട്ട് വർക്കുകൾക്ക്, ചുമര് കെട്ടുന്ന പണിക്ക്, പ്ലാസ്റ്ററിങ്, തേപ്പ് വർക്കുകൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് പതുക്കെ സെറ്റ് ആയാൽ മതി. കാരണം ഒരു തവണ നമ്മൾ കലവ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തായിരിക്കും അത് കെട്ടി തീർക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് വർക്കിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റുകൾ ഇത്തരത്തിൽ ഉപയോഗിക്കണമെന്നില്ല. അല്ലെങ്കിൽ കുറച്ച് വില കുറഞ്ഞ, പൈസ കുറഞ്ഞ, നമുക്ക് ഈ ISI ഗ്രേഡ് വരുന്ന ഈ ക്വാളിറ്റി ടെസ്റ്റുകൾ ഞാൻ പാസ്സായ PCC സിമെന്റുകൾ ഉപയോഗിക്കുന്നത് തന്നെ ധാരാളമാണ്. കോൺക്രീറ്റ് വർക്കുകൾക്കൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് സെറ്റ് ആവുന്ന PCC സിമെന്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് സെറ്റ് ആവാനുള്ള രാസപ്രവർത്തനം പെട്ടെന്ന് നടക്കുന്നതെല്ലാം ഒരുപാട് ഹീറ്റ് പുറത്തുവിടും. ആ സമയത്തെല്ലാം കൃത്യമായി നമ്മൾ തുടരെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ബ്രാൻഡിലേക്കൊന്നും പോയി ഒരുപാട് പൈസ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കോടികൾ ചെലവാക്കി പരസ്യങ്ങൾ ചെയ്യുന്നത് ആ ബ്രാൻഡിന്റെ പരസ്യത്തിനും അഡ്വർടൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഗുണനിലവാരം കൂട്ടാനുള്ള കാര്യങ്ങൾ ഈ ISI ഗ്രേഡിൽ, അതായത് BIS ഗുണനിലവാരം സൂചിപ്പിക്കുന്ന, അത് നിഷ്കർഷിക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ISI എന്ന് പറയുന്നത്. ഈ ISIയിൽ വരുന്ന സിമെന്റുകളെല്ലാം ഒരേ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാൻഡിന്റെ പിറകെ പോയിട്ട് അതിന് ഒരുപാട് പൈസ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമാണ് എന്തുണ്ടെങ്കിൽ മാത്രം ഗ്രേഡ് കൂടിയ സിമെന്റ്, അതായത് പെട്ടെന്ന് സെറ്റ് ആവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന സിമെന്റുകൾക്കാണ് കൂടുതൽ വില അവിടുന്ന് ഈടാക്കുന്നത്, കടകളിൽ നിന്ന് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് സെറ്റായി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചിട്ടുള്ള പലകളും ഷീറ്റുകളും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിൽ മാത്രം ഗ്രേഡിൽ കൂടിയ സിമെന്റ്, പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റ് വില കൂടി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റ്, നല്ലൊരു റേറ്റിൽ കിട്ടുന്ന ബഡ്ജറ്റ് ആയിട്ടുള്ള റേറ്റിൽ ഉള്ള സിമെന്റുകൾ എടുക്കുക. കോൺക്രീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിമെന്റ് നല്ലത് ഉപയോഗിച്ചു എന്നുകൊണ്ട് മാത്രം അത് കോൺക്രീറ്റ് സ്ട്രോങ് ആവണമെന്നില്ല. കൃത്യമായി സിമെന്റിന്റെ കൂടെ മെറ്റലും മണലും, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് അതിനെ എല്ലാത്തിനും ബോണ്ട് ചെയ്ത് നിർത്തുന്ന, കൃത്യമായിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു മെറ്റീരിയലാണ് സിമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് മിക്സിങ്, അതിന്റെ ലേബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺക്രീറ്റ് മിക്സർ മെഷീന്റെ അടുത്ത് നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി വെള്ളം ചേർത്തുകൊണ്ട്, കൃത്യമായി ഓരോ സാധനങ്ങളും, ഈ 3 സാധനങ്ങളും കൃത്യമായി ചേർത്തുകൊണ്ട് വേണം കോൺക്രീറ്റ് മിക്സ് പുറത്തേക്ക് പോകാൻ. അല്ലാതെ നമ്മൾ ഒരു വില കൂടിയ സിമെന്റ് ചേർത്ത് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ വീട് ഉറപ്പുള്ളതാവണമെന്നില്ല, വാർപ്പ് ഉറപ്പുള്ളതാവണമെന്നില്ല. നമ്മളിന്ന് കാണുന്ന എല്ലാ സിമെന്റുകളും, അൾട്രാടെക്, ACC, അംബുജ, രാംകോ, മലബാർ, അങ്ങനെയുള്ള ഭൂരിഭാഗം എല്ലാ സിമെന്റുകളും ഈ PPC ഗണത്തിൽപ്പെടുന്നതാണ്. പറഞ്ഞല്ലോ, നമ്മൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത് ഇതെല്ലാമാണ്, ഈ സിമെന്റുകളാണ്. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് തന്നെ PPC സിമെന്റുകളാണ്. അപ്പൊ ഇതിൽ ഏതും നമ്മൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിൽ ഏതെടുത്താലും, കാരണം പറഞ്ഞല്ലോ നമുക്ക് കൃത്യമായി പറയാൻ ഇതിൽ ഏത് സിമെന്റ് എന്നുള്ളത് നമുക്ക് പരസ്യ കമ്പനികളെ പോലെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ എല്ലാ സിമെന്റുകളും കൃത്യമായി ISI സർട്ടിഫിക്കേഷനോട് കൂടി എല്ലാ ടെസ്റ്റുകളും കൃത്യമായി ഒരേപോലെ പാസ്സായി വന്ന സിമെന്റുകൾ മാത്രമേ മാർക്കറ്റിൽ വിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഏത് സിമെന്റ് വേണം, ആ ഇന്ന പേരുള്ള സിമെന്റ് എടുത്താൽ നമുക്ക് കൂടുതൽ ബലം കിട്ടുമോ, ഇല്ലെങ്കിൽ ആ സിമെന്റ് എടുത്താൽ കുറവ് ബലമാണോ എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീട് പണി തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ ചുമര് കെട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ അവസാനം വരേക്കുള്ള സിമെന്റ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 1-2 തവണ വണ്ടി ഓടി ട്രാൻസ്പോർട്ടേഷൻ ചെലവ് അധികമാകുമോ എന്ന് ആലോചിച്ച് ഒരുപാട് സിമെന്റ് ഒന്നിച്ച് ഇറക്കിയിടരുത്. നമ്മൾ കുറച്ച് സിമെന്റ്, പറഞ്ഞല്ലോ 3 മാസത്തെ കാലാവധിക്കുള്ളിൽ സിമെന്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സിമെന്റ് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ അത് കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ സെറ്റിംഗ്, അതിന്റെ പെർഫോമൻസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒരുപാട് സിമെന്റ് വർക്ക് തീരുന്നവരേക്കുള്ള ഒരുപാട് സിമെന്റ് ഒരുപാട് കൊടുത്തിട്ട് നമ്മൾ അട്ടിയിട്ട് വെക്കാതെ കുറച്ച് സിമെന്റ് ആയിട്ട് ഇറക്കിയിടുക. കാരണം എന്താ വെച്ചാൽ വെള്ളമായിട്ട് അത് എപ്പോൾ ചേരുന്നു അപ്പോൾ മുതൽ അത് കട്ടയാവാൻ തുടങ്ങും. നമുക്ക് അറിയാം, പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സിമെന്റ് ബാഗ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ തരികൾ, ചെറിയ മണികളൊക്കെ ആയിട്ട് അങ്ങനെ സിമെന്റ് കാണാം. അതിന്റെ അർത്ഥം അത് സെറ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജിലുള്ള കട്ട പിടിക്കാൻ അത് സെറ്റിംഗ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം വെള്ളമായിട്ട് ഈർപ്പമായിട്ട്, അന്തരീക്ഷത്തിൽ ഈർപ്പമായിട്ട് അത് ചേർന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സിമെന്റ്, നമുക്ക് അടുത്ത വർക്കിന് കൂടിയുള്ള സിമെന്റ് ഒന്നും ഒരുപാട് ഇറക്കിയിടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന, ഒരു ആർക്കിടെക്റ്റിന്റെയോ എഞ്ചിനീയറുടെയോ ഒന്നും സഹായം ഇല്ലാതെ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന, സിമെന്റ് ബാഗ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കൈയൊന്ന് ഇറക്കിയിടുക. കൈ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതിലൊരു തണുപ്പാണ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സിമെന്റ് ആണ്. കാരണം ഒരുപാട് അതിന് സെറ്റിംഗ് ആവാനുള്ള ഒരു ടെൻഡൻസി ഒന്നും സിമെന്റ് കാണിക്കുന്നില്ല. പ്രശ്നങ്ങളൊന്നുമില്ലാതെ തണുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ചൂടാണ് എന്നുണ്ടെങ്കിൽ സെറ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കുറച്ച് കാലപ്പഴക്കം ഉണ്ട്. പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ സിമെന്റ് എടുത്ത് കയ്യിലൊന്ന് എടുത്ത് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് നമുക്ക് മണി പോലെ കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ റബ്ബ് ചെയ്യുന്നതിലൂടെ നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മളൊരു വെള്ളത്തിലേക്ക് സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിലൂടെ തരിതരിയായി താഴേക്ക് ഊർത്ത് പോയി കംപ്ലീറ്റ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നല്ല സിമെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വേറെ സെറ്റിങ്ങിനുള്ള സാധ്യതയൊന്നും അതിൽ കാണുന്നില്ല. അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് മേലേക്ക്, വെള്ളത്തിന്റെ മേലേക്ക് തരിതരിയായിട്ട് സിമെന്റ് മേലേക്ക് പാറി കിടക്കാനായിട്ട് അഗ്രിഗേറ്റ്സ് ഒക്കെ, കണ്ടൻസ് ഒക്കെ മേലേക്ക് വരിക എന്നുണ്ടെങ്കിൽ നമുക്കത് മോശം സിമെന്റ് ആണ്. അത്
കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ നമുക്കത് സിമെന്റ് അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എടുത്ത് ഉപയോഗിക്കുക. പിന്നെ ഈ PPC സിമെന്റിൽ നമുക്ക് പ്രധാനമായിട്ട് പ്രത്യേകം നമ്മൾ വരുന്നൊരു ഗുണം എന്താന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ ഈ ചൂട് കൂടുന്നതിനനുസരിച്ചും, കാരണം ഇത് സെറ്റ് ആവുന്നതിനനുസരിച്ച് ഒരു ഹീറ്റ് പുറത്തു വിടും. സിമെന്റ് കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിനനുസരിച്ച് ഹീറ്റ് നമുക്ക് പുറത്തേക്ക് വിടും. ആ സമയം കൊണ്ടാണ് നമ്മൾ കൃത്യമായി ക്യൂറിങ്, വെള്ളം അടിച്ചു കൊടുക്കണം, വെള്ളം നനച്ചു കൊടുക്കണം എന്ന് കൃത്യമായി പറയാൻ കാരണം ഈ PPC സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന ഈ സെറ്റ് ആവുന്ന സമയത്ത് കൃത്യമായി അതിന്റെ വെള്ളം ബാഷ്പീകരിച്ച് ചൂട് പുറത്തേക്ക് നല്ലോണം തള്ളും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അതിന് വിള്ളൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പല ഭാഗത്തും കോൺക്രീറ്റിൽ, സ്ലാബിലും, പില്ലറുകളിലൊക്കെ വിള്ളൽ കാണുന്നതിന് കൃത്യമായി നനവില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ഹീറ്റ് പുറത്തേക്ക്, ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വിടും. ഈ സെറ്റ് ആവുന്ന സമയത്തൊക്കെ ഹീറ്റ് പുറത്തേക്ക് വിടുകയാണ്. അതിന്റെ ചൂട് നല്ല പുറത്തേക്ക് വിടുന്നതനുസരിച്ച് നമ്മൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് നമ്മൾ പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റ് എടുക്കുന്നതിനുള്ള ഒരു ദോഷവശം. പെട്ടെന്ന് സെറ്റ് ആവുന്ന സിമെന്റ് എടുത്താൽ അതിൽ ഹീറ്റ് ആവുന്നുള്ള പെർസെൻറ്റേജ് കൂടും. പെട്ടെന്ന് കൂടി ഹീറ്റ് അത്രത്തോളം കൂടുതൽ പുറത്തേക്ക് വിടും. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ PPC സിമെന്റിൽ ടെൻഷന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് കാരണം കെമിക്കൽസ് കൃത്യമായി ആഡ് ചെയ്തിട്ടുള്ളത് കാരണം കെമിക്കൽസിൽ ഇറങ്ങിയിട്ടുള്ള പൗഡർ കണ്ടിട്ട് ഈ വിള്ളൽ വരുന്ന പോർഷനിലൊക്കെ പോയി ഫില്ലാവും. അതുകൊണ്ട് തന്നെ വിള്ളൽ 1% വരെ PPC സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന പൗഡർ മൂലം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഉള്ളിൽ കുഴിച്ച് ഫൗണ്ടേഷൻ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ കൃത്യമായി വെള്ളം അതിന് നനച്ചു കൊടുക്കുക. മണ്ണായിട്ട് കൂടിച്ചേരാൻ സാധ്യത ഒരുപാടുള്ളതിനാൽ, കാരണം മണ്ണിന്റെ ഉള്ളിലാണ് നമ്മൾ PCC ചെയ്യുക. PCC ചെയ്യുമ്പോൾ മണ്ണായിട്ട് കൂടിച്ചേരാൻ ഒരുപാട് സാധ്യത ഉണ്ട്. നമ്മൾ കുഴികൾക്കുള്ളിൽ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ, കുഴികളെടുത്ത് കോളം ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് മണ്ണായിട്ട് കൂടിച്ചേരാൻ ഒരുപാട് സാധ്യത ഉള്ളതിനാൽ കൃത്യമായി വെള്ളം നനച്ചു കൊടുത്ത് അതിനെ സ്ട്രോങ് ആക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് ബ്രാൻഡിന് പിറകെ പോയിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായി ഗ്രേഡ് ISI സർട്ടിഫിക്കേഷനോട് പാസ്സായാണ് എല്ലാ സിമെന്റുകളും വിപണിയിലുള്ളത്. നമ്മുടെ ആവശ്യം നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവേണ്ട സിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതെല്ലാം മെല്ലെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ഗ്രേഡ് കുറഞ്ഞ സിമെന്റ് ആണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള സിമെന്റുകൾ എടുക്കുക, കൃത്യമായി നനച്ചു കൊടുക്കുക. സിമെന്റിന്റെ കൂടെ ചേരുന്ന കോൺക്രീറ്റ് വർക്കുകൾക്ക് സിമെന്റ്, മെറ്റല്, മണൽ ഇവയുള്ള ചേർന്നിട്ടുള്ള മിശ്രിതം കറക്റ്റ് ആണോ, കറക്റ്റ് പ്രൊപ്പോർഷനിലാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാതെ വില കൂടിയ സിമെന്റ്, ഗ്രേഡ് കൂടിയ സിമെന്റ്, ബ്രാൻഡഡ് ആയിട്ടുള്ള സിമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഉറപ്പും കിട്ടണമെന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്ന് ഇതുപോലുള്ള വീട് നിർമ്മാണമായിട്ടും മെറ്റീരിയലുകളെ കുറിച്ച് അറിയാനും, നിങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെ കുറിച്ചും അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.